ഹലോ, എല്ലാവർക്കും ബി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നതേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്കൂബ ഡൈവിങ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ്. 2 വർഷം മുന്നേ ലക്ഷദ്വീപിലാണ് കേട്ടോ ഇത് ചെയ്തത്. എനിക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടി എൻ്റെ പുറകെ വരകാൻ. അപ്പോൾ കണ്ടോ, ആ സ്പോഞ്ച് പോലത്തെ കടൽപ്പുറ്റ്, ആ കടൽപ്പുറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന മത്സ്യങ്ങളാണ് സന്യാസി മത്സ്യം. ഇത് കണ്ടോ, അടഞ്ഞു പോകുന്ന ഒരു തരം കടൽപ്പുറ്റ്. അതിൻ്റെ ബ്രൗണുണ്ട്, നീലയുണ്ട്, ലൈലാക്കുണ്ട്, പിങ്കുണ്ട്, അങ്ങനെ പല കളറിലുള്ളതുണ്ട്. ഓരോ പവിഴപ്പുറ്റിൻ്റെയും ഇടയ്ക്ക് താമസിക്കുന്ന മീനുകളും വെവ്വേറെ ആയിരിക്കും. ഇപ്പം സന്യാസി മത്സ്യം ഇരിക്കുന്നത് സോഫ്റ്റാണെങ്കിൽ ഈ കറുത്ത ഒരു തരം മത്സ്യമുണ്ട്, അതിന് പറയുന്നത് ലഗൂൺ ഫിഷ്. ഈ ഫിഷൊക്കെ നിൽക്കുന്നത് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള കടൽപ്പുറ്റാണ്. ഭയങ്കര ഹാർഡായിരിക്കും. അത് നമ്മുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ കൈയും കാലുമൊക്കെ മുറിയും. അങ്ങനത്താണ് അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ഇതുപോലുള്ള ഭാഗത്താണ് കേട്ടോ. അതിൻ്റെ അറ്റത്തൊരു തരം ലൈലാക്ക് കളറ് പൂ പോലെ തോന്നും, ബാക്കി ബ്രൗണാണ്. അതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ, തലയുടെ ബ്രെയിൻ പോലെ ഇരിക്കുന്ന കുറേ ഉണ്ട പോലത്തെ, അതും വേറെ തരം കടൽപ്പുറ്റ് തന്നെയാണ്. കടലിൻ്റെ അടിയിൽ എന്തൊരു മായ കാഴ്ചകളാണെന്നറിയാമോ. ശരിക്കും നമുക്കൊരു വേറൊരു ലോകമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും സ്കൂബ ചെയ്യണം. ഒരു 30 അടി താഴ്ചയിലാണ് സ്കൂബ ചെയ്തത്. ആ താറയെ കണ്ടോ, താഴത്തെ മണ്ണ്, നമുക്ക് മണ്ണ് കയ്യിലെടുത്തുകൊണ്ടൊക്കെ മുകളിലോട്ട് പൊങ്ങാമായിരുന്നു. അത്രയ്ക്ക് താഴെ ഡീപ്പിലാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ഡീപ്പല്ല, പക്ഷെ എന്നാലും ലഗൂൺ ഭാഗത്താണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഒരുപാട് മത്സ്യങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ കൈ കണ്ടോ അങ്ങനെ അനക്കുന്നത്. തീറ്റ ഇട്ട് കൊടുത്ത് വിളിക്കുന്നത് അങ്ങനെയാണ്. ഈ ഗൈഡുകൾ പൈലറ്റായിട്ട് വന്നേക്കുന്ന ആളങ്ങനെ കൊണ്ട് കൊടുത്ത് ശീലമായതുകൊണ്ട് നമ്മളങ്ങനെ കൈ എടുക്കുമ്പോൾ അത് ഓടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയ്യിലോട്ട് വന്ന് മുട്ട് എന്നിട്ട് തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചാണ് നോക്കുന്നത്. പിന്നെ ഇത് എന്താ പറയുന്നത്, ഇപ്പോഴും എനിക്കതിൻ്റെ ആഹാരം മാറിയിട്ടില്ല. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. താഴത്തേക്ക് പോകുമ്പോൾ ചെവി ഇങ്ങനെ അടയുമ്പോൾ നമ്മൾ അതൊക്കെ ശ്വാസം കൂടുതൽ സ്പീഡിൽ പുറത്തേക്ക് വിട്ടാൽ മതി വായിക്കൂടെ. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ഇതുണ്ടല്ലോ, കുമ്പള തോന്നുന്നത്, അതെനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അതുകൊണ്ടായിരിക്കണം ഞാൻ ഒരുപാട് പുറത്തെ നമ്മുടെ പുറകിൽ ഇരിക്കുന്ന ഫ്രഷ് വായുവാണ്